ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ യുഎഇയും രണ്ടാം മത്സരത്തിൽ ശ്രീലങ്കയും വിജയിച്ചു. ഗ്രൂപ്പ് എയിൽ നടന്ന മത്സരത്തിൽ ഒമാനെതിരെ യുഎഇ 42 റൺസിന്റെ വിജയം നേടിയപ്പോൾ ഗ്രൂപ്പ് ബിയിൽ നടന്ന മത്സരത്തിൽ ശ്രീലങ്ക ഹോങ്കോങ്ങിനെ 4 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. വിജയത്തോടെ ഗ്രൂപ്പ് എയിൽ യുഎഇ പാകിസ്ഥാനോടൊപ്പം 2 പോയിന്റുകൾ നേടിക്കൊണ്ട് പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനത്തെത്തി. അതേസമയം ഗ്രൂപ്പ് ബി ശ്രീലങ്ക 4 പോയിന്റുമായി സൂപ്പർ 4 ഉറപ്പിച്ചിരിക്കുകയാണ്. ഒമാനും യുഎഇയും തമ്മിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത യുഎഇ 5 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഒമാൻ 130 റൺസിൽ ഓൾ ഔട്ട് ആകുകയായിരുന്നു. യുഎഇക്ക് വേണ്ടി ഓപ്പണർമാർ 2 പേർ അർദ്ധ സെഞ്ചുറികൾ നേടുകയുണ്ടായി. മലയാളി താരമായ അലിഷാൻ ഷറഫു 51 റൺസാണ് നേടിയത്. ശ്രീലങ്കയും ഹോങ്കോങ്ങും തമ്മിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹോങ്കോങ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 149 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ലങ്ക 7 പന്തുകൾ ബാക്കി വെച്ചുകൊണ്ട് 6 വിക്കറ്റ് നഷ്ടത്തിലാണ് വിജയ റൺ മറികടന്നത്. ഏഷ്യ കപ്പ് ടൂർണമെന്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗ്രൂപ്പ് ബിയിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യ സമയം ഇന്ന് രാത്രി 8 മണിക്ക് അബുദാബിയിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഗ്രൂപ്പ് ബിയിലെ ഏറ്റവും നിർണായകമായ മത്സരം തന്നെയാണ്. അഫ്ഗാനിസ്ഥാൻ ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ അവർക്ക് സൂപ്പർ 4 ഉറപ്പിക്കാൻ കഴിയും. അതേസമയം ബംഗ്ലാദേശ് ഇന്ന് അഫ്ഗാനോട് തോൽക്കുകയാണെങ്കിൽ സൂപ്പർ 4 കാണാതെ ഏഷ്യ കപ്പിൽ നിന്നും ബംഗ്ലാദേശ് പുറത്താകും. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.